ഹലോ. ലോങ് വീഡിയോ ചെയ്യണമെന്ന് കരുതിയെടുത്ത വീഡിയോസ് അല്ല, കുറേ ഷോർട്സുകളെ കൂട്ടിച്ചേർത്ത് വെച്ചൊരു ലോങ് വീഡിയോ ആണെന്ന് പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രകളായിരുന്നു. മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച യാത്രകൾ. ഒരുപാട് ദൂരം താണ്ടിയുള്ള യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ എത്തിയത് ഈ കവാടം തുറന്നു വരുന്ന വീട്ടിലേക്കാണ്. ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കരുതും വലിയ കൊട്ടാരെങ്ങാനും ആണോ എന്ന്. അല്ല കേട്ടോ, ഒരു ചെറിയ വീട്. വലിപ്പത്തിലല്ലല്ലോ കാര്യം, നാം ജീവിക്കുന്ന അന്തരീക്ഷം, ചുറ്റുപാട് നമുക്ക് എത്രത്തോളം മനസമാധാനം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു, അതാണ് നമുക്ക് ഏറ്റവും സുന്ദരമായത്. ഈ വീട്ടിൽ ഞങ്ങൾക്കത് ലഭിച്ചു എന്നതാണ് സത്യം. ലക്ഷദ്വീപ് എത്രത്തോളം മനോഹരമായിരുന്നു, അതിലേറെ മനോഹരമായിരുന്നു ഈ ഒരു വീട്ടിലെ ആൾക്കാരും അവിടുത്തെ ജീവിതവും. ഞാനും ഭർത്താവും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം. മറ്റൊരു കുടുംബം ഒരു ചേട്ടനും ചേച്ചിയാണ്. അവർ തിരുവനന്തപുരത്ത് വന്ന ടീമാണ്. മറ്റൊന്നുള്ളത് കോഴിക്കോട് നിന്ന് വന്ന 2 ജെൻസാണ്. അവരെ അത്രയും ക്ലോസ് ആയിട്ട് പരിചയപ്പെടാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവർ പുറത്തായിരിക്കും. അവർ വരുന്ന സമയത്ത് മിക്കവാറും ഞങ്ങൾ ഉറങ്ങിക്കാണും. അങ്ങനെയായിരുന്നു അവരുടെ യാത്രകളൊക്കെ. ഞങ്ങൾ 2 ഫാമിലി, അതായത് തിരുവനന്തപുരത്ത് വന്ന തങ്കച്ചൻ ചേട്ടനും പ്രേമ ചേച്ചിയും, അതായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള യാത്രികർ. വീട്ടിലുള്ള ഓരോരുത്തരെയും നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തണം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് വീഡിയോയ്ക്ക് മുന്നിൽ വരാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ യാതൊരു വിധത്തിലുള്ള വീഡിയോസോ ഫോട്ടോസോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനത് ഷെയർ ചെയ്യുന്നില്ല. നമ്മൾ മറ്റൊരാളുടെ ഫോട്ടോയോ വീഡിയോയോ എടുക്കുമ്പോൾ അവർക്കും കൂടി താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അത് കാണിക്കാനോ പാടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലെ ഓരോ താമസക്കാരെയും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ പെർമിഷൻ എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ മുഖം അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യേണ്ട എന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്ന് മാത്രം. എന്നാലും വീട്ടിലുള്ള പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ സിമ്പിളായൊരു വീടാണ്. പക്ഷെ ആ ഒരു വീട്ടിൽ നമുക്കെന്താ നമ്മുടെ ഒരു ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. എന്താ പറയുക, നമുക്ക് റൂംസ് മാത്രമല്ല, നമുക്ക് വാഷിംഗ് മെഷീൻ വേറെ, ചായ വെക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ ഒരു വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുക അതുപോലെ ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് അവർ ഗസ്റ്റിന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവിടെ ഈ ഒരു അടുപ്പ് കണ്ടോ, നമ്മുടെ ടാർ വീപ്പയില് മണൽ നിറച്ച് അതിൽ വിറകില്ല, അവിടെ മടൽ തേങ്ങയുടെ മടലും ചകിരിയും ഒക്കെ വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. ആ നല്ല ചൂടുള്ള കനലിന് മുകളിൽ ഒരു സ്റ്റീൽ പോലെയുള്ള ഷീറ്റ് വെച്ച് അതിന് മുകളിൽ ഒരു ഹോൾ ഉണ്ടാക്കി അതിലാണ് പാത്രം അവരെ വെച്ചിരിക്കുന്നത്. അടിയിലുള്ള മണലിന്റെ ചൂടും തീയുടെ ചൂടും ഒക്കെ കൊണ്ട് പാത്രം നന്നായിട്ട് ചൂടായി പെട്ടെന്ന് എണ്ണ തിളച്ച് അതിലേക്ക് അവരെ അരിപ്പത്തിരി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പത്തലില്ലേ, പക്ഷെ അവരുണ്ടാക്കുന്ന ഒരു മേക്കിംഗ് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്തത്. പിന്നെ നമുക്ക് അവിടെ എപ്പോഴും അവൈലബിൾ ആയ ഒരു കാര്യമാണ് ഈ കാണുന്ന പപ്പായ. ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് പപ്പായ ഷേക്ക് ആയിരുന്നു. ആതിഥേയരെ സ്വീകരിക്കാൻ ലക്ഷദ്വീപുകാർ കാണിച്ച ആ ഒരു രീതി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. നിറയെ പച്ചപ്പും ചുറ്റിലും കടലും. എന്താ പറയേണ്ടത്, നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. അതുപോലെ തന്നെ അവിടെ സുലഭമായ ഒരു കാര്യമാണ് ഈ കാണുന്നത് തേങ്ങ. നമ്മുടെ നാട്ടിൽ ദിനം പ്രതി വില കൂടി വരുന്നൊരു സാധനം അവിടെ സുലഭമാണ്. ഏത് മുറ്റത്ത് നോക്കിയാലും ഇങ്ങനെ കൂട്ടിയിട്ട് കാണാം. ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീമാണ്. നസീബ്, റാഫി തുടങ്ങിയവരടങ്ങുന്ന ടീം. എല്ലാവരെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. പറ്റുമെങ്കിൽ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെയൊക്കെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഓരോരുത്തരുടെയും രീതികൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തത് ഞങ്ങളുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ സാരഥിയാണ്. ഇദ്ദേഹമാണ് ഞങ്ങളെ ലക്ഷദ്വീപിലെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എത്തിച്ചത്. അപ്പോൾ എല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു.